നിങ്ങളുടെ ഇഷ്ടം പോലെ രാത്രിയും പാതിരാത്രിയൊക്കെ കയറി വരാനുള്ള സ്ഥലമല്ല ഇത്. 6 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 6 മണി, മനസ്സിലായോ? ഇന്നലെ രാത്രി 8:30 മണി വരെ എവിടെയായിരുന്നു? ആരാ ഇവിടെ കൊണ്ടു വിട്ടത്? എന്റെ കസിൻ. കസിനും കുഷിനും ഒക്കെ പതിവ് വിളച്ചില്ല. അതൊന്നും ഇവിടെ വേണ്ട. ഇവിടത്തെ ചിട്ട പാലിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിൽ വേറെ സ്ഥലം അന്വേഷിച്ചോണം. ക്ഷമിക്കണം ചേച്ചി, ഇനി ആവർത്തിക്കില്ല. പോയിക്കോളൂ. ചേച്ചി, ഇതാണ് മീര. പേരും വിവരം ഒക്കെ ഇതിൽ എഴുതിക്കോ. ആ കുട്ടി എഴുതട്ടെ. ഇവിടത്തെ ചിട്ടകളൊക്കെ കണിശമായി പാലിക്കണം. വാടക കൃത്യമായി തരണം. കസിനും കിസിനും ഒന്നും ഇവിടെ അന്വേഷിച്ച് വരാൻ പാടില്ല. നല്ല സൽപ്പേരുള്ള സ്ഥാപനമായത്. ഞാൻ എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഉള്ള കാര്യം ആദ്യമേ പറയാണ്. വാടകയും ഭക്ഷണവും ഉൾപ്പെടെ 277 രൂപ. പിന്നെ ഒരു 7,000 രൂപ. അതെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താടി 7 രൂപ 50 പൈസയുടെ കണക്ക്? 4.25 രൂപ കറണ്ടിന്, 2.25 രൂപ വെള്ളത്തിന്. അവർക്ക് ഒരു മനുഷ്യ പറ്റൂല്ലടി. കാശെന്ന് പറഞ്ഞ ചാവും. ഇഷ്ടം പോലെ കാശുള്ള കുടുംബ. ആകെ ഒരു ചേട്ടനെ സ്വന്തമായിട്ടുള്ളൂ. അങ്ങേര് ഗൾഫിലാ. കിട്ടുന്ന കാശൊക്കെ ഇരുന്ന് തുരുമ്പ് പിടിക്കുക. എന്നാൽ ആർത്തി തീരുന്നില്ല. എത്ര സമ്പാദിച്ചിട്ടെന്താ? മംഗല്യഭാഗ്യമില്ല. അതെന്താ? കഥയൊക്കെ പിന്നെ. മണി 8 ആവുന്നു. നിനക്കൊന്ന് ജോയിൻ ചെയ്യണ്ടേ? വേഗം കുളിച്ച് ഒരുങ്ങിക്കോ. നിന്നെ ബാങ്ക് കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോവാൻ. എവിടെയാണ് ബാത്റൂം? ദാ ആ കാണുന്ന കിണറ്റിന്ന് വെള്ളം കോരി കുളിക്കാം. അപ്പുറത്ത് മറപ്പുരയുണ്ട്. അപ്പോ ഇവിടെ പൈപ്പില്ലേ? പൈപ്പോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി മോളെ. പിന്നെന്തിന് 2.25 രൂപ? അതോ കിണറ് കുത്തിയതിന് ഒരുപാട് കാശായെന്ന്. ആ നീ വേഗം പോയി കുളിച്ചിട്ട് വാ. ഹലോ, പത്രം വായിച്ചോണ്ടിരിക്കല്ലേ? എന്താ വേണ്ടേ? അല്ല, ഇരുന്ന് സംസാരിക്കാം, അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. ഞാൻ അരവിന്ദാക്ഷൻ. എനിക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണം. അതിന് ആരെങ്കിലും ഒരാൾ നിങ്ങളെ പരിചയപ്പെടുത്തണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ തന്നെ പരിചയപ്പെടുത്താം. അല്ല, ഫുൾ അഡ്രസ് വേണ്ടി പറയാട്ടോ, പ്രശ്നമില്ല. പാലക്കപ്പറമ്പിൽ കൃഷ്ണനായർ മകൻ അരവിന്ദാക്ഷൻ നായർ. അതെ അതെ, ആ പറഞ്ഞ ആള് നിങ്ങളാണെന്ന് എനിക്ക് ബോധ്യപ്പെടണ്ടേ? അതിനല്ലേ സാറേ ഞാൻ എന്റെ ഫോട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അതല്ല, ഇതാ. ഇവിടെ അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ പരിചയമുള്ള ഒരാള് നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തണം. ഓ അങ്ങനെ. അല്ല അല്ല സാറേ, ഞാൻ പോട്ടെ. ബിസി അല്ലേ? അല്ല, എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. സാർ, പുതിയതായി ജോലിക്ക് ചേരാമെന്നൊരു പെൺകുട്ടി പുറത്ത് നിൽക്കുന്നു. വരാൻ പറയൂ. ഇതാ അവിടെ. ഗുഡ് മോർണിംഗ്. ആ മീര അല്ലേ? ഇരിക്കൂ. നന്ദൻ വരാൻ പറയൂ. ഇവിടെ താമസമൊക്കെ ശരിയായോ? എന്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു കുട്ടി ഇവിടെ പഞ്ചായത്ത് ഹൗസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ കൂടെ വനിതാ സേനത്തിൽ മുറി കിട്ടി. ഓ നന്നായി. ആ നന്ദൻ, ഇത് മീര. പുതിയ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത് നന്ദകുമാർ. രാവിലെ കണ്ടു റെയിൽവേ സ്റ്റേഷനിൽ. സാറ് പോലീസ് ഇൻസ്പെക്ടർ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പോലീസ് ഇൻസ്പെക്ടറോ? ഞങ്ങൾ ഓട്ടോയിൽ കയറുന്നതിനിടയ്ക്ക് സാറ് ജീപ്പ് വരാനിട്ട്. അപ്പോ രാവിലെ സാറ് പിള്ളേരുടെ അഭ്യാസം കാണിച്ചില്ലേ? എന്തെല്ലാം വേഷം കെട്ടിയാലാ ജീവിച്ചു പോവുക. മീര, ഇത് പോലീസും പട്ടാളൊന്നും അല്ല, ഇവിടുത്തെ അക്കൗണ്ടന്റാ. മീര ഇരിക്കും. ഞാൻ നന്ദനെ വിളിപ്പിച്ചത്, മീര ഫ്രഷ് അപ്പോയിന്റ്മെന്റ് അല്ലേ? ഡെസ്പാച്ച് ഇരുത്തിയാലോ? എവിടെയെങ്കിലും നിക്ഷേപിക്കും. അവനങ്ങനെ കാര്യാക്കണ്ട. തൽക്കാലം ഡെസ്പാച്ചിൽ ഇരിക്കാം. എന്താ? ഹലോ, ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ കാര്യം? അതെ, ശരിയാവില്ല. എന്ത് ശരിയാവില്ല? അല്ല, എന്തും ശരിയാവില്ല. അതെ, അത് വേണ്ട. പൊക്കോ, നിങ്ങൾ പൊക്കോ. തനിക്കെന്താ വട്ടാണോ? വട്ടോ? വട്ട് നിന്റെ മറ്റവനാ. ഹലോ ചേട്ടാ, ചേട്ടാ, ഒന്ന് ചോന്നേ.
അയ്യോ ചേട്ടാ, ഞാൻ മറന്നുപോയി കേട്ടോ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേരോ? ആ. വർക്കി. ആ, ഇപ്പോഴും ആ പേര് തന്നെയാണോ? അതെ. ശരി. ആട്ടെ, അപ്പനൊക്കെ സുഖാണോ? എന്റെ അപ്പനോ? ആ, എന്റെ അപ്പം പണ്ടേ മരിച്ചു പോയല്ലോ. അത് സാരമില്ല. അല്ല, എന്നെ മനസ്സിലായോ? ഇല്ല. ആ, അപ്പനറിയാമായിരുന്നു. ഞാനാണ് പാലക്കപ്പറമ്പിൽ കൃഷ്ണൻ നായർ മകൻ അരവിന്ദാക്ഷൻ നായർ. ഇപ്പൊ മനസ്സിലായോ? ആ, മനസ്സിലായി. അട്ടെ, ഇതുപോലെ വേറെ ആരെങ്കിലും ചോദിച്ചാ പറയോ? ഉവ്വ്. അങ്ങനെ വരട്ടെ. അട്ടെ ചേട്ടനേ, എനിക്കൊരു ഉപകാരം ചെയ്യാവോ? ദേ, ആ ബാങ്ക് വരെ ഒന്ന് വരണം. എന്നിട്ട് എന്നെ അറിയും എന്നൊന്ന് പറയാവോ? ചേതമില്ലാത്ത ഉപകാരമില്ല ചേട്ടാ. പറയാം. അല്ല, ചേട്ടൻ ഒന്ന് പിടിച്ചേ. ചേട്ടൻ ബീഡി വലിക്കോ? ബീഡി വലിക്കൂല. അതെന്താ അങ്ങനെ? ആഹാ. ആട്ടെ, സ്മാൾ അടിക്കോ? ഒരു ചെറുത്. അത് വേണ്ട, അത് വേണ്ട. എന്നെ പറ്റിക്കാനാ. ചേട്ടൻ കള്ളൂടി നിർത്തിയിട്ട് വർഷങ്ങളായത് എനിക്ക് അറിഞ്ഞൂടെ. കള്ളൻ. കൈ പിടിക്കല്ലേ? കേറി വന്നേ. വലിക്കല്ലേ? ആ പ്രശ്നം, ഒരു പ്രശ്നം. സ്മാൾ വാങ്ങിക്കും. എന്നാ ശരി. ഇതെന്റെ സ്വന്തം ആളാന്ന് കൊണ്ടുപിടിച്ച് നാറിയിട്ട് വെള്ളം പിടി. ഇതെന്റെ സ്വന്തം ആളാ. ഇത് ശ്രീമാൻ വക്രി ചേട്ടൻ. അല്ല പാപ്പ, വർക്കി ചേട്ടൻ. ഇദ്ദേഹം എന്നെ അറിയും. നിങ്ങളാരാ? ഞാൻ കുറച്ച് കിഴക്കുള്ളതാ. എന്റെ മോളെ കെട്ടിച്ചത് പോകുന്ന ഇയാളെന്നെ പിടിച്ചോണ്ട് എന്നെ പരിചയപ്പെടുത്താൻ ഒരാൾ വേണമെന്നല്ലേ സാറ് പറഞ്ഞത്? ഇനി വാക്ക് മാറരുത്. ചേട്ടനൊരു കാര്യം ചെയ്യ്. വെയിൽ മുക്കുന്നതിന് മുമ്പ് മോളുടെ വീട്ടിലേക്ക് പോ. ചെല്ലേ. അപ്പോൾ സാറേ, എന്റെ അക്കൗണ്ടിന്റെ കാര്യം എങ്ങനെയാ? എന്റെ പൊന്നു ചങ്ങാതി, പരിചയപ്പെടുത്താൻ ഒരാള് വേണമെന്ന് പറഞ്ഞത് വഴി കണ്ടവരെ വിളിച്ചോണ്ടിരാനല്ല. നിങ്ങൾക്ക് പരിചയമുള്ള, ഞങ്ങൾ അറിയുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ഉള്ള ഒരാള്. അല്ല, സാറിന് ഇവിടെ അക്കൗണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പൊ സാറിന് അറിയുമല്ലോ. പിന്നെന്താ? എത്ര രൂപയുണ്ട് ഇടാൻ? ഉയ്യോ, ഇടാനല്ല, എടുക്കാൻ. ലോൺ. ഇത് പണ്ടൊരു മീൻകാരി പറഞ്ഞ പോലെ പകൽ മുഴുവൻ മീൻ കൊട്ട ചുമക്കണം. പാതിരായാവുമ്പോ അത് ഞാൻ ഇങ്ങോട്ട് വന്നാ പിന്നെ ഇതാണ് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ആഗ്രഹമില്ലാണ്ടാണോ അളിയാ? ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്. ഇനിയിപ്പോ ഒരു പെങ്ങളുള്ളതും കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ ആശാന് ഷഷ്ടിപൂർത്തിയാവും. അപ്പൊ ഷട്ടുപൂർത്തിയും കല്യാണം ഒന്നിച്ച് നടത്താൻ ചെലവും കുറഞ്ഞിരിക്കും. അങ്ങനെ ആവുമ്പോ പിള്ളേരുണ്ടാവും എന്നുള്ള പേടിയും വേണ്ട. അനിയത്തിക്ക് ഇപ്പൊ ഒരു ആലോചന വന്നിട്ടുണ്ട്. തറവാടും സൗകര്യമൊക്കെ പാർട്ടിയാ. അതിലൊന്നും ഒരു കാര്യമില്ല ആശാനെ. എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? ഇതെല്ലാവരും പറഞ്ഞിട്ട് കേട്ടപ്പോ കോലോത്ത പ്രൗഢി. ഇതിപ്പോ ഒരു ഭാഗ്യം വരാനില്ലെന്നാ എല്ലാരും പറഞ്ഞേ. എന്നിട്ട് അളിയനും പെങ്ങളും കൂടെ തക്കട തരികട. അതങ്ങനെ അവിടെ തക്കുമ്പോ നരങ്ങപ്പളി ഉണ്ടായിട്ട് വേണ്ടേ? അളിയനാണെങ്കിൽ 24 മണിക്കൂർ അടിച്ച് പൂക്കുറ്റിയായിട്ട് നടക്കുക. അതാ അമ്മയ്ക്കിപ്പോ ഒരു വലിയ മനപ്രയാസം. കുറെ നേരായല്ലോ നീ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ, സ്ഥലം മാറിയതിന്റെ വിഷമാണോ? അതല്ലടി, ബാങ്കിലെ കാര്യം ഓർത്തിട്ടാ. അതൊക്കെ ശരിയാവും മോളെ. തുടക്കത്തിൽ എല്ലാവർക്കും ഇങ്ങനെയല്ലേ. നീ വാ, അകത്തൊന്നിരിക്കും. ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ സാരമില്ലായിരുന്നു. ഒരു സംശയം ചോദിക്കാൻ ചെന്നാ കടിച്ചു തിന്നാൻ വരും. അല്ലേലും നീ ഒരു തൊട്ടാവാടിയാ. മുഴുവൻ ആണുങ്ങളാ, ഞാൻ മാത്രം പെണ്ണ. നീ അപ്പൊ അതിന്റെ ഒരു സ്റ്റൈലിലങ്ങ് ഇരുന്നേക്കണം. ഗമയുള്ളവരൊക്കെ അപ്പൊ താനെ താഴെ വരും. മാനേജർ പാവമാ, ആ കള്ള പോലീസുകാരനാ മൂച്ച്. കടിച്ചു കീറാൻ വരുന്നത് പോലെ. നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. ഞാനെങ്ങനെ ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു. എന്താ ഇത്? പാതിരാത്രി രണ്ടും കൂടെ ലൈറ്റ് വിട്ട് പുരാണം പറിച്ചില്ല? മാസം കറണ്ടിന്റെ ബില്ല് എത്രയാവുന്നുണ്ടെന്ന് അറിയാമോ? അതിനല്ലേ 4.25 രൂപ അങ്ങ് എണ്ണി തിരുമ്പി തരുന്നത്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഈ നൈറ്റ് ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയായിരുന്നു. നമസ്കാരം. ഇതെന്റെ കൂട്ടുകാരി ചിത്ര. പിന്നെ എനിക്കറിഞ്ഞൂടെ? എവിടെ മേട്ടനെവിടെ? അകത്തുണ്ട്, വിളിക്കാം. കേറിയിരിക്കൂ. ചേച്ചി, അവര് വന്നു. ദേ, ഇതങ്ങോട്ട് കൊടുക്ക്. ചെല്ല്. അതെ, ആ വെളുത്ത് പൊക്കം കൂടി കക്ഷിയാ. നമസ്കാരം. ഞാൻ വേണുഗോപാൽ. ഇത് ഊഹിച്ചാണല്ലോ, നന്ദകുമാർ. കുറച്ചുനാളായി ഒന്ന് വരണമെന്നും പരിചയപ്പെടണമെന്നും വിചാരിക്കുന്നു. ഇപ്പോഴേ സമയം കിട്ടിയുള്ളൂ. ഇതൊക്കെ
ദൈവം നിശ്ചയിക്കുമ്പോഴേ നടക്കൂ. മേട്ടന്റെ വീട് എവിടെയാ? ആലപ്പുഴയ്ക്കടുത്താ, കൈനഗിരി. അച്ഛനമ്മയൊക്കെ? ആരുമില്ല, ആകെ ഒരു ചേട്ടനേ ഉള്ളൂ, ഗൾഫിലാ. ഇതൊക്കെ മതിയാക്കി കൂടെ ചെല്ലാൻ ചേട്ടനും നാത്തൂനും എപ്പോഴും എഴുതും. എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് ജീവിക്കുന്നതാ ഇഷ്ടം. അപ്പോ വലിയ ചെലവും പ്രാരാബ്ധമൊന്നും ഇല്ല. ഞാൻ ഈ ഹോസ്റ്റലിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇതിലെ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. മീര പറഞ്ഞു. അപ്പോ ഞങ്ങൾ വന്നത് മീര പറഞ്ഞാണല്ലോ. ഉവ്വ്. എന്നാൽ തുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിച്ചാൽ? ഞാൻ ചേട്ടനോട് ഒന്നും ചോദിച്ചില്ല. എന്റെ അഭിപ്രായത്തിനെതിരായി ചേട്ടനൊന്നും പറയില്ല. എന്നാലും ഇത്തരം കാര്യങ്ങളിൽ മൂത്തവരുടെ അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാണ്. എന്നാലും സ്വന്തമായ തീരുമാനമാണല്ലോ പ്രധാനം. അതെ, എന്തൊക്കെയായാലും 31-ാം തീയതിക്ക് മുമ്പ് നടക്കണം. അതെ. കൊച്ചു കള്ള വെറുതെയായി അല്ലേ? എന്താ ആലോചിക്കുന്നത്? അല്ല, ജാതകമൊക്കെ നോക്കണ്ടേ? ജാതകം? ഓ, അതിലൊന്നും വിശ്വാസമില്ലായിരിക്കും അല്ലേ? അത്തരം ആചാരങ്ങളൊക്കെ തെറ്റിക്കാതിരിക്കുന്നല്ലേ നല്ലത്? ജാതകം നോക്കണ്ട, വേണമെങ്കിൽ സമയം നോക്കാം. അപ്പൊ ആദ്യം തുകയുടെ കാര്യം തീരുമാനിക്കണം. ചോദിക്കുന്നുള്ളു, മുഷിയരുത്. നിങ്ങൾ വന്നത് ശ്രീധനെ മോഹിച്ചിട്ടോ അതോ എന്നെ ഇഷ്ടപ്പെട്ടിട്ടോ? വിവാഹം ഒരു കച്ചവടമാണ് നിങ്ങൾക്കല്ലേ? വിവാഹവും? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? നടക്കുന്നു യോഗ്യന്മാര്. നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. നിങ്ങളെക്കാൾ മണി കെട്ടിയന്മാരെ കണ്ടിട്ടുള്ളതാ ഈ സൗദാമിനി. ഈ കിളവിക്ക് വട്ടാണ്. എന്താ അല്ല, മേട്ടർ എന്തോ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. ഞങ്ങൾ ഡെപ്പോസിറ്റിന്റെ കാര്യം പറയാൻ വേണ്ടിയാ വന്നത്. ഡെപ്പോസിറ്റോ? അല്ല, ഒലക്കേരെ മൂട് താമാടോ. ഈ ഓ, രണ്ടെണ്ണം ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കൊള്ളണം. അവര് വന്നത് ഇതിനായിരിക്കും ഞങ്ങൾ അറിഞ്ഞു. അയാള് ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇവളത് ഇവിടെ വന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ എന്ത് പഴിച്ചു? എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കൊള്ളണം ഈ നിമിഷം. നിങ്ങൾ പറയുമ്പോ ഇറങ്ങിപ്പോകാൻ ഞങ്ങൾ എന്താ ഇവിടെ ചക്കാത്തിന് താമസിക്കുകയാണോ? ഇപ്പൊ ഇറങ്ങുന്നില്ല, എന്ത് ചെയ്യും? ഞാൻ കാണിച്ചു തരാം. ആളെ കോലാക്കണ ഈ പണി എന്റെ മോൾ എവിടെന്നാ പഠിച്ചേ? ഈ കണക്കിന് കുട്ടി കുറെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കുമല്ലോ. പോട്ടെ. എന്താ പിന്നെ അല്ലാതെ എന്ത് തെമ്മാടിത്തരമായി കുട്ടി കാണിച്ചേ? ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ കൊണ്ട് അവമാനിക്കല്ലേ ഇത്? നിനക്ക് ചുമ്മാ വർത്താനം പറയാതെ കാരണക്കുട്ടി കണ്ട് പൊട്ടിക്കാ വേണ്ടത്. നന്ദനൊന്നും മിണ്ടായിരിക്കും. നടന്നു ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ട കാര്യം? കണ്ടാ കാന്താരി പോലെ ഇത്രേ ഉള്ളൂ, പക്ഷെ കയ്യിലിരിപ്പ് മറ്റതാ. തന്തേം തള്ളയും മര്യാദക്ക് വളർത്താത്തതിന്റെ കുഴപ്പമാ. ആ ലെവലായി. എന്താ ഇത്? നാണക്കേട്. നന്ദ സീറ്റ് പോയിരിക്കും. കുട്ടി കാണിച്ചതും കുറെ അക്രമമായി പോയി. സീറ്റ് പോയിരിക്കും. സാരല്ല, പോയിരുന്നു. അങ്ങനെയൊന്നും പറയരുതായിരുന്നു. മോശമായിപ്പോയി. പാവം പെണ്ണ്. ഓ, ശുദ്ധ പാവം. എന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചു വെച്ചത്. ആ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവക്കതുള്ള എടുക്കൊന്നുമില്ല. ആ പെമ്പറന്നോട് കണ്ടിടത്തോളം ആൽപ്പ പെശക. കണ്ടില്ല ആ ശൃംഗാരവും കുഴിച്ചിട്ടൊക്കെ. നമ്മളെ കണ്ടപ്പോൾ വല്ല ഇളക്കം തോന്നിക്കാണും. ഓ, മാനേജർ സാർ എന്ന് തുടങ്ങി ഈ പെണ്ണിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ? എന്താണ് അതിന്റെ ഒരു ലൈൻ? ഒരു വീകൊച്ചതുണ്ടല്ലോ. മനുഷ്യന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ? എടാ, ഇത് നിനക്ക് പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം അറിഞ്ഞൂടാ. ഇവളുമാരോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറണം. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കണം. കൊടുക്കും. എന്താ ഇത്? മീരയുടെ ലീവ് ലെറ്റർ.
എന്താണ് പുതിയ വല്ല വേലയിറക്കം കൊണ്ട് ഇറങ്ങിയതാണോ? വരൂ. ഇരിക്കൂ. ഇതിൽ അവധിക്കുള്ള കാരണമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സാർ, അത് ഞാനുണ്ടാക്കിയ ഒരു കുസൃതിയായിരുന്നു. മീരയ്ക്കതിൽ യാതൊരു പങ്കുമില്ല. അതിന് നന്ദകുമാർ സാർ ഇന്നലെ ഒരുപാട് ക്ഷോഭിച്ചു എന്ന് കേട്ടു. തല്ലുകൊള്ളിത്തരം കാണിച്ചാൽ പിന്നെ പട്ടും വിളയും കൊടുക്കണം. സാർ അവളുടെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞതാണ് അവൾ ഏറെ വേദനിപ്പിച്ചത്. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാളോട് അങ്ങനെ പറഞ്ഞാലുണ്ടാവുന്ന വേദന സാറിനറിയാമോ? ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ അവൾക്ക് ആരുമില്ല. അവളൊരു അനാഥാലയത്തിലാണ് വളർന്നത്. ദയവ് ചെയ്ത് ഇനി അവൾ ഒന്നും പറയരുത്. മീര, ആരോ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ മാപ്പി ചോദിക്കാൻ വന്നതാണ്. ഞാൻ ഇന്നലെ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു. ഇന്ന് ചിത്രം എന്ന് പറഞ്ഞപ്പോൾ വിവരം അറിയുന്നേ. ലീവ് എടുക്കാനും മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ നടന്നതൊക്കെ ഒരു തമാശയായിട്ട് കണക്കാക്കിയാൽ മതി. എന്നോട് ക്ഷമിച്ചെങ്കിൽ നാളെ ബാങ്കിൽ വരണം. വെറുതെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയോ? പെണ്ണിന്റെ കുടുംബക്കാരെ കുറിച്ചോ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചോ അന്വേഷിച്ചോ? ആട്ടെ, പൊന്നും പണവും എന്ത് കിട്ടും? പൊന്നും പണമൊക്കെ എത്ര കിട്ടുമെന്ന് ഞാൻ ചോദിച്ചില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രേ നോക്കിയുള്ളൂ. ആ, അങ്ങനെ വരട്ടെ. ഒന്നിച്ച് ജോലി ചെയ്യുന്ന പെണ്ണാണെന്ന് കേട്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. അല്ല, എനിക്ക് പറയേണ്ട കാര്യമില്ല. എന്നാലും ചോദിക്കണ പൊന്നും പണവും തരാന്ന് പറഞ്ഞ് എത്ര കൂട്ടർ വന്നതാ. നല്ല ഒന്നാന്തരം തറവാട്ടുകാര്. അപ്പൊ എന്റെ പൊന്നങ്ങളയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ച പൊന്നും പണമൊക്കെ കൊടുത്ത് നല്ല തറവാട്ടി കെട്ടിച്ചു വിട്ടതാണല്ലോ നിന്നെ. എന്നിട്ട് എന്താ വിശേഷം? അളിയച്ചാര് വന്നിരിക്കുന്നു. തറവാടി എന്റെ പൊന്നുപങ്ങളി ചെന്ന് എതിരോട്ടുണ്ട്. വാ. കുറച്ചു നേരമായി. പിന്നെ എന്തൊക്കെയുണ്ടല്ലേ വിശേഷം? അളിയനെ കണ്ടിട്ട് എത്ര നാളായ അളിയാ? എന്താ എല്ലാവർക്കും ഒരു ഗൗരവം? എടീ സംഗതി പറ. എടീ പത്മാവതി, സംഗതി എന്താണെന്ന് പറയണേ. എവിടെയെങ്കിലും പോയി കിട മനുഷ്യ. കൊള്ളം കുടിച്ച് കണ്ടടോന്നിറങ്ങി വീട്ടിലേക്ക് വരുന്നതിന്റെ ഒരു ശേല്. എടീ നീ എന്തോന്നാ പറഞ്ഞേ? എന്റെ ആളിയുടെ അലയാൾ കീറുവെച്ചതിനാ. പിന്നെ പോറും. നിങ്ങൾ ആരാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നിന്റെ അമ്മ മോളെ, നിനക്ക് നല്ലതേ വരും. തെറ്റായ വഴിക്ക് നീ പോകില്ലെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും അയാളോട് നീ തുറന്നു പറഞ്ഞല്ലോ. നന്നായി. മറച്ചു വെച്ചിട്ട് കിട്ടുന്ന നേട്ടം നല്ലതല്ല. എന്നേക്കുമുള്ള ഒരു ബന്ധത്തിൽ എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത്. എല്ലാം അറിഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അയാൾ നല്ലവനായിരിക്കും. അതെ മദർ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്. കർത്താവ് നിന്നെ കാക്കും. ഈ അനാഥാലയത്തിൽ നിന്നും പഠിച്ചു ജയിച്ച് മറ്റു കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുത്തത് നീയാ. എല്ലാം മദർ ഉണ്ടായതുകൊണ്ടാ. സന്തോഷമായി പോകും. ഭർത്താവിനെയും കൂട്ടി വരണം കേട്ടോ. പിതാവിന്റെ അനുഗ്രഹവും എന്റെ പ്രാർത്ഥനയും എപ്പോഴും നിനക്കുണ്ടാവും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇൻവിറ്റേഷൻ ലെറ്റർ, കല്യാണം, ടീ പാർട്ടി, മീരയുടെ ലീവ് എന്ന് വേണ്ട എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും വെറുതെ വേഷവും കെട്ടി പന്തലി വന്ന് നിന്ന് നിന്നാ മതി. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എവിടെ താമസിക്കും? നാട് റോട്ടി താമസിക്കും. താൻ എന്താ എന്നെ പറ്റി വിചാരിച്ചത്?
കല്യാണം കഴിഞ്ഞ് നവവധൂനെയും കൂട്ടി പുതിയ ജോലി സ്ഥലത്തേക്ക് വരുമ്പോ കുരുത്തോല തൂക്കിയ സുഗന്ധദ്രവ്യങ്ങൾ പുകയുന്ന ഒരു കൊച്ചു വീട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. കലക്കളിയാ. ഇനി നീ കൂടെ ഒരു പെണ്ണും കെട്ടി നമ്മുടെ അയൽവക്കത്തൊന്നും താമസിച്ചാൽ മാത്രം മതി. അയലോകത്തോ? നിങ്ങളുടെ വീട്ടിൽ താമസിക്കൂലേ? വീട്ടിൽ കയറ്റണം. വന്നോട്ടെ. സമ്മതിച്ചല്ലോ. കുറച്ചുകൂടി. 1 minute. എല്ലാം ഭംഗിയായി. ഞങ്ങൾ പോട്ടെ, നേരം വൈകുന്നു. വിട്ടാ ശരിയാവില്ല. അല്ല, നിങ്ങൾ രണ്ടും കൂടെ അവിടെ വരില്ലേ? പിന്നെ വരാതിരിക്കോ? നല്ലൊരു സദ്യ കിട്ടുന്ന ആരെങ്കിലും കളയോ? ഊണൊക്കെ തരാം, പക്ഷേ ഡെപ്പോസിറ്റ് ചോദിക്കരുത്. ഞങ്ങൾ പോട്ടെ, വരുന്നില്ലേ? പെണ്ണെ കെട്ടണ്ടേ? പോട്ടെ. ഇനി ഞാൻ ഇറങ്ങുക. ഇപ്പൊ തന്നെ വല്ലാണ്ട് വൈകി. അല്ല, ഇപ്പൊ പോയാലേ 4 ബസ് കിട്ടും. അതിന് പോയാൽ 9 ട്രെയിനും കിട്ടും. പറഞ്ഞു തന്നാ ഇല്ല, ഞാൻ വഴി കിടന്നേനെ. കണ്ടോ മീര, എന്നെ പറഞ്ഞേക്കാനുള്ള ധൃതി കണ്ടോ? അപ്പൊ സാറിന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്? പെണ്ണ് കിട്ടി മധുവിധം ആഘോഷിക്കാനേ വരുന്നുള്ളൂ, ഒറ്റയ്ക്ക് വരുന്നില്ല. വരട്ടെ. മുഖത്ത് കണ്ണുള്ളവർക്ക് പിന്നെ സംശയം തോന്നൂലേ? ഓരോരുത്തർ എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോ ഞാനങ്ങ് അയ്യടാന്നായി പോയി. മിണ്ടാനൊക്കുവോ? കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞു വിളിച്ചു. നാണല്ലേ? എന്തു പറ്റി? ഒന്നുമില്ല. എനിക്കറിയാം, നീ അതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെച്ചാൽ മതി. എനിക്ക് സങ്കടമൊന്നുമില്ല ചേട്ടാ. വെളുപ്പിന് നമ്മൾ പോകും. ഇന്ന് തന്നെ പോയാ അമ്മയ്ക്ക് വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാ. പോകുന്ന വഴിക്ക് നമുക്ക് കോൺവെന്റിലൊന്ന് കയറണം. മദർ പ്രത്യേകം പറഞ്ഞിരുന്നതാ. ആനന്ദ, വരൂ. പൂക്കളില്ല, പാലും പഴവും ഇല്ല. ആദ്യ രാത്രിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ തെറ്റി അല്ലേ? ഈ സ്നേഹമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു മീര. നല്ല അച്ചടക്കവും ദൈവഭക്തിയും, പഠിക്കാൻ മിടുക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്കും ഇഷ്ടമായത്. ഞാൻ ഇവിടേക്ക് ഒന്ന് കൊണ്ടു നടന്ന് കാണിച്ചോട്ടെ? അതിപ്പോ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വരൂ. ഇവിടെയാണ് ഞാൻ കിടന്നിരുന്നത്. ഇതാണ് എന്റെ പെട്ടി. കുട്ടിയായിരിക്കുമ്പോൾ ഒരു രാത്രി ഞാൻ ദുസ്വപ്നം കണ്ട് കരഞ്ഞു. അന്ന് ഒട്ടിച്ചു വെച്ചതാണ് ഈ പടം. പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ദുസ്വപ്നം കണ്ടിട്ടില്ല. എന്റെ കഴിഞ്ഞ കാലം മുഴുവൻ ഇവിടെയായിരുന്നു. എന്റെ ഓർമ്മകളെല്ലാം ഇതിലുണ്ട്. എനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം. മദർ, ഞാനീ പെട്ടി കൊണ്ടേക്കോട്ടെ? പിന്നെന്താ, അതെന്നും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. വരട്ടെ മതി, ഞങ്ങൾ പിന്നീട് വരാം. ശരി. ദൈവം എല്ലാ നന്മകളും നൽകട്ടെ.
ഐശ്വര്യമായിട്ട് കയറി. ആ, ഇതാണ് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു ചെറിയ ഷോക്കേസ് കൂടെ വേണം അല്ലേ? എനിക്ക് ഇതൊക്കെ തന്നെ അധികമാണ്. ഇതാണ് നമ്മുടെ സ്വർഗം. ഒരു കട്ടിലേ ഉള്ളൂ. പോരെ, കുറച്ചാൾ കഴിഞ്ഞാൽ നമുക്കൊരു തൊട്ടിലൂടെ വാങ്ങിക്കാം. എന്താ വണ്ടി തിരിച്ചയച്ചേ? മീര പോകുന്നില്ല. എന്താ ചേട്ടാ ഇത്? മീരയ്ക്ക് ജോലിയില്ലെങ്കിലും സാരമില്ല, ഞെരുങ്ങിയാണെങ്കിലും നമുക്ക് ജീവിക്കാം. മീരെ, നിന്നെ പിരിഞ്ഞൊരു നിമിഷം പോലും കഴിയാൻ എനിക്ക് വയ്യ. വിശേഷമൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല, വല്ലാത്ത വേദനയാണെന്ന് പറയുന്നത്. സാരമില്ല, 2 ദിവസം കഴിയാൻ മാറിക്കോളും. ഉറങ്ങാൻ എന്തെങ്കിലും പെത്തടി വേണമെന്നാ പറയുന്നത്. ഗർഭിണിക്കോ? നോ, അതിപ്പോഴത്തെ ചെറുപ്പക്കാർ ഡോക്ടർമാരുടെ സോക്കരാ. രക്തവും കഫവും പരിശോധിക്കാൻ ബോർഡും വെച്ചിരിക്കുന്ന പെട്ടിക്കട പോരുമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? അവിടെ പുരുഷന്റെ മൂത്രം പരിശോധിച്ചിട്ട് ഗർഭമുണ്ടെന്ന് എഴുതി വെക്കും. ഇവിടെ ലാബുണ്ട്. അത് കാശ് പിടുങ്ങാനല്ല, കൃത്യമായ ഫലം അറിയാൻ വെച്ചിരിക്കുന്നത്. എന്നാ മീര നന്ദകുമാർ. ഇരിക്കാം. എന്താ വിശേഷം? ഷീസ് പ്രഗ്നന്റ്. എന്നാ ആര് പറഞ്ഞു? ഛർദിയും തലകർക്കും. അതുകൊണ്ട് പ്രഗ്നന്റ് ആണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു അല്ലേ? വരൂ. വരൂ. ഇപ്പൊ മരുന്നും ചികിത്സ ഒന്നും വേണ്ട. മാസത്തിലൊരു പ്രാവശ്യം എന്നെ വന്ന് കാണണം. എന്താ? മിലിറ്ററി സർവീസിൽ ഡോക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മേജർ ശേഖരൻകുട്ടി നായർ ഓർമ്മയുണ്ടോ? എന്താ? എന്റെ അച്ഛനാണ്. ശേഖരന്റെ മകനോ? എന്നിട്ടെന്താ ആദ്യം പറയായിരുന്നത്? എന്താ പേര്? നന്ദകുമാർ. നന്ദകുമാർ. ഹി വാസ് മൈ ഇന്റിമേറ്റ് ഫ്രണ്ട്. മരിക്കുമ്പോഴും ഞാൻ അടുത്തുണ്ടായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ എങ്ങനെ, സുഖമായിരിക്കുന്നോ? മാസം തോറും എന്നെ വന്ന് കണ്ടോണം കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. അമ്മ എന്റെ അന്വേഷണം അറിയിക്കണം. പോട്ടെ. ഓക്കെ. പുറമെ പരിക്കനാണെങ്കിലും ഡോക്ടർ നല്ല ആളല്ലേ? ഇങ്ങനെ കഴിഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റ് കേരളത്തിലുണ്ടോ? ഇവിടെ എത്രയോ ലേഡി ഗൈനക്കോളജിസ്റ്റുകളുണ്ട്. എന്നിട്ട് ഇവിടെ തിരക്കുണ്ടോ? പിന്നെ അച്ഛന്റെ കൂട്ടുകാരനാവുമ്പോ നമ്മളോട് കൺസിഡറേഷൻ കാണും.
ഹോസ്പിറ്റലിൽ പോവാം. ഞാനൊരു ടാക്സി വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ വേണം. എവറിത്തിങ് ഇസ് ഫൈൻ. പെൺകുട്ടി വാ, കുട്ടിയെ കാണണ്ടേ? തന്റെ പേടിയൊക്കെ തീർന്നല്ലോ. ഞാൻ പോയിക്കോട്ടെ. വെളുപ്പിനെ കരുതല്ലേ. താങ്ക് യു ഡോക്ടർ. വെൽക്കം. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ചേട്ടനൊന്ന് കുളിച്ച് വിശ്രമിച്ചിട്ടൊക്കെ വന്നാ മതി. ആരെങ്കിലും കാണും, ഇല്ലെങ്കിൽ ഞാനിപ്പോ ഉമ്മ വെച്ചനെ. വേഗം പോയിട്ട് വരണം. പിന്നെ അലമാരിയുടെ രണ്ടാമത്തെ തട്ടിൽ വലത്ത് വശത്ത് ഞാൻ തയ്ച്ചു വെച്ച കുഞ്ഞുടുപ്പുകളുണ്ട്, അത് കൊണ്ടുവരണം. പിന്നെ ബേബി സോപ്പ്, പൗഡർ. ആ, അലമാരിയിൽ അലക്കി വെച്ചിരിക്കുന്ന പഴയ വെള്ളമുണ്ട് എടുത്തോളണം. ഞാൻ പോയിട്ട് വരാം. പെട്ടെന്നാണ് കല്യാണം നിശ്ചയിച്ചത്. വന്നു വിളിക്കാൻ നേരമില്ല. നീ മീരയെയും കൂട്ടി ഗുരുവായൂരിലെത്തണം. ഉഴപ്പരുത്. സ്നേഹപൂർവ്വം വേണം. മീര എവിടെ? സാറിനെ എവിടെയൊക്കെ തിരക്കി. മിസ്സസിന് പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടായി. ഒരു എമർജൻസി ഓപ്പറേഷൻ അകത്ത് കയറ്റിയിരിക്കുക. 1 മണിക്കൂറോളായി. പത്മാവതി, ഈ കൊച്ചിനും കൂടെ 2 ചോറ് കൊടുക്കടി. എടുത്തു തിന്നാമേലേ? അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. തോളി കയറ്റിക്കൊണ്ട് നടന്ന് മാമൂട്ടാൻ ഞാൻ ആരുടെ വേലക്കാരിയൊന്നുമല്ല. അങ്ങനെയൊന്നും പറയരുത് പത്മാവതി. ദൈവം പൊറുക്കില്ല. അത്ര സങ്കടം ഉണ്ടെങ്കിൽ എടുത്തു വെച്ച് പുന്നാരിപ്പിക്കും. അല്ല പിന്നെ കൊണ്ടിട്ടേക്കല്ലേ മറ്റുള്ളവർ പാടുപെടുത്താൻ. അച്ഛൻ മോക്ക് ജീപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അമ്മാവൻ എല്ലാരും കളിപ്പാട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം കൊണ്ടിട്ടോ. എങ്ങനെയുണ്ട് അമ്മ ക്ഷീണമൊക്കെ? സദാ സമയവും തളർച്ച തന്നെ മോനെ. അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായി. ഈ കിടപ്പ് തന്നെ.
അച്ഛാ അമ്മയെ കൊണ്ടുവന്നില്ലേ? അമ്മ വരും മോളെ. അച്ഛാ അമ്മായി പറയുവാ എന്റെ അമ്മ മരിച്ചോന്ന്. ശരിയാണോ അച്ഛാ? അത് അമ്മായി വെറുതെ പറഞ്ഞാലേ. ആ വാ, നിനക്ക് ജീപ്പ്, നിനക്കും ജീപ്പ്. എന്താ പുറത്തു പോയി കളിച്ചു. ചേട്ടാ എത്ര നാളാ മോനെ നീ ഈ കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്? അതാണെങ്കിൽ ഏതു നേരവും അതിന്റെ തള്ളയെ ചോദിച്ച് എന്നെ പൊറുതി മുട്ടിക്കുക. ഇനിയെങ്കിലും നീ ഒരു കല്യാണം കഴിക്കണ്ട മോനെ. പോയവര് പോയി. ജീവിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ പറ്റി നിനക്ക് ചിന്തയുണ്ടോ? അവളെ പറ്റി മാത്രമേ എനിക്ക് ചിന്തയുള്ളമ്മേ. എന്നിട്ടാണോ നീ തടസ്സം പറയുന്നത്? അമ്മേ, അവളൊരു രണ്ടാനമ്മയുടെ കുത്തുകൊള്ളുന്നത് ഞാൻ കാണണ്ടേ? എടാ, ഞാൻ ഈ പരുവമായി. ഇനി അധികമില്ല. പിന്നെ അവളെ നോക്കാൻ ആരുണ്ട് മോനെ? അതിനിവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? അവളെ ഞാൻ കൊണ്ടുപോവുക. സ്കൂളിൽ ചേർക്കാറായില്ലേ? ഞാനവിടെ ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ട്. അച്ഛാ എനിക്ക് വിശക്കുന്ന. നിരാഹാര സത്യാഗ്രഹം അല്ലേ? നമുക്ക് അച്ഛൻ്റെ അവിടെ ഉണ്ണാം. എന്നിട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ട് നമുക്ക് അച്ഛൻ്റെ പുതിയ വീട്ടിലേക്ക് പോവാം. അവിടെ ചെല്ലുമ്പോ അമ്മ വരും അച്ഛാ? വരും വരും. അച്ഛാ അമ്മൂമ്മയെ കൊണ്ടുപോവാ, അമ്മായിയെ കൊണ്ടുപോണ്ട. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ആ വന്നിട്ട് അങ്കിളിന് ഗുഡ് മോർണിംഗ് പറ മോളെ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്കിൾ അല്ല മോളെ, അപ്പൂപ്പൻ. അങ്കിൾ എന്ന് മോളെ എല്ലാരെയും വിളിക്കുന്നല്ലേ. എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചാ മതി കേട്ടാ. എന്റെ ശേഖരന്റെ പേരക്കുട്ടിയല്ലേ. ആ ഇയാളാണ് ലോനപ്പൻ, എക്സ്പെർട്ട് കുക്ക. സ്വല്പം വാചകം കൂടുന്നേ ഉള്ളൂ. ഇറച്ചി മീനും ഒക്കെ വെച്ച ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഞാൻ ജനിച്ചത് തന്നെ നോൺ വെജിറ്റേറിയനായിട്ടാ. ലോനപ്പന്റെ മട്ടൻ കബാബ് മിലിറ്ററിയിൽ ലോകപ്രസിദ്ധമായിരുന്നു. സാരേ ജഹാം സെ അച്ഛാ. ഒരിക്കൽ ജനറൽ മൽഹോത്ര. വാചകമോ കുറച്ച് മതി, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കണം. ആ തനിക്ക് ഓർമ്മയുണ്ടല്ലോ, പണ്ട് ശ്രീനഗറിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മേജർ ശേഖരൻ നായരെ. ആ ശേഖരന്റെ മോനാണ് നന്ദൻ. അച്ഛനും തരകൻ സാബും മിലിറ്ററിയിൽ ടിൻസായിരുന്നു. പിഞ്ചിരേക്കെ പഞ്ചിയ. 59 60 എന്ന് ശരിയായി ഓർമ്മയില്ല. അച്ഛനും തരകൻ സാബും കൂടെ ഒരു ശിക്കാറിന് പോയി. തിരിച്ചു വന്നപ്പോഴോ ഉഗ്രനൊരു മാൻ, ഒരു 6-6.5 അടി പൊക്കം വരും. അവനെ നിർത്തി പൊരിച്ചത് ഞാൻ. നന്ദ, ഞാൻ ഇറങ്ങട്ടെ. സൈക്കിൾ ഷോ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അല്ല രാവിലെ തന്നെ വരും. അപ്പം പോട്ടെ മോളെ. ലോനപ്പാ, ബ്രെഡും ബട്ടറും ജാമും ഒരു ഓംലേറ്റും കൂടി ഉണ്ട്. മുഴുവൻ തിന്നോണം. സലാമുണ്ടോ പക്ഷേ? ആ സലാം. ഇന്ന് മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. താൻ നാളെ വന്നാൽ മതി. കുട്ടീനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഈ കുട്ടികളൊക്കെ ഇപ്പൊ ഞാനല്ലേ കൊണ്ടുപോണേ? അതല്ല, അവൾ ആദ്യമായിട്ടല്ലേ സ്കൂളിൽ പോകുന്നത്. എനിക്ക് അവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. എന്നാ ഇഷ്ടം മാഷേ, നമ്മൾ നാളെ വരാം. നമ്മുടെ മോളിന്ന് ആദ്യമായി സ്കൂളിൽ പോവുകയാണ്. നീയായിരുന്നു അവളെ ഒരുക്കി വിടേണ്ടത്. അവൾ
യൂണിഫോം ഇട്ട് സുന്ദരിക്കുട്ടിയായി സ്കൂളിൽ പോകുന്നത് കാണാൻ നീ ഇല്ലാതെ പോയല്ലോ. ആ പോളെ. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. മോളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. തീർച്ചയായും. അച്ഛൻ പോട്ടെ മോളെ. സാരമില്ല, അതൊക്കെ ആദ്യ ദിവസം പതിവുള്ളതാ. പേരൻസ് നിന്നാൽ അത് കൂടുകയുള്ളൂ. പക്ഷെ നന്ദകുമാർ പോയിക്കുള്ളൂ. മോളെന്തിനാ കരയുന്നത്? അയ്യേ, നല്ല കുട്ടിയായിട്ട് പഠിക്കണ്ടേ? Baba, black sheep. Baba, black sheep. Have you any wool? Have you any wool? Yes, sir. Yes, sir. Yes, sir. Yes, sir. 3 bags full. രാധേ, 3 bags full. ന്യൂ അഡ്മിഷനാ. എന്തിനാ മോളെ കരയുന്നേ? വാ, ദേ നോക്കി. മോടെ കൂട്ടുകാരൊന്നും കരയുന്നില്ലല്ലോ. മോടെ പേരെന്താ? ഗീതു. ഗീതു, ഹായ്, നല്ല പേര്. മോടെ അച്ഛന്റെ പേരെന്താ? നന്ദകുമാർ. ആ, അപ്പൊ മോടെ പേര് ഗീതു നന്ദകുമാർ. ആട്ടെ, മോടെ അമ്മയുടെ പേരെന്താ? പറ മോളെ, മോടെ അമ്മയുടെ പേരെന്താ? അമ്മേന്റെ പേര് അമ്മ. ആ, ഹെഡ്മിസ്ട്രസ് അല്ലേ? ഞാൻ നന്ദകുമാറാണ്. മോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ആ ശരി, കഴിഞ്ഞിട്ട് മതി. ആ ആ ഞാൻ വരാം. ശരി. എന്താ? ആ കോൺട്രാക്ടർ സീതന്റെ DD ചോദിക്കുന്നുണ്ട്. നോ കൊടുക്കരുതെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരി സാർ. മോനെ, എല്ലാം കഴിക്കണം കേട്ടോ. വേഗം കഴിക്കും. നോക്കരാതെ ഇത് തനിയെ പാത്രം കഴുകുന്നത്. അമ്മയില്ലാതെ വളർന്നതുകൊണ്ട് ഇപ്പോഴേ സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ആ കുട്ടി പഠിച്ചിരിക്കുന്നു. ആ കുട്ടിക്ക് അമ്മയില്ല അല്ലേ?